നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളിൽ ഇറാനിയൻ സൈനിക വിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന CBS ന്യൂസിന്റെ വെളിപ്പെടുത്തൽ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പിരിമുറുക്കം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഈ നീക്കം എന്തിനെ സൂചിപ്പിക്കുന്നു? US ഇതിനെ എങ്ങനെ കാണുന്നു? ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. CBS ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഒന്നിലധികം ഇറാനിയൻ സൈനിക വിമാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വെറും വിമാനങ്ങൾ മാത്രമല്ല, അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേഖലയിൽ ഒരു വലിയ സൈനിക നീക്കത്തിന് ഇറാൻ തയ്യാറെടുക്കുകയാണോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് CBS ന്യൂസ് പറയുന്നത്, ഈ വിമാനങ്ങൾ കേവലം സന്ദർശനത്തിനല്ല, മറിച്ച് തന്ത്രപരമായ ചില ലക്ഷ്യങ്ങളോടെയാണ് അവിടെ എത്തിയിരിക്കുന്നത് എന്നാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്കയുടെ പ്രതികരണമാണ്. ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സൈനിക ബന്ധം അമേരിക്ക ഗൗരവത്തോടെയാണ് കാണുന്നത്. എങ്കിലും മേഖലയിൽ യുദ്ധം ഒഴിവാക്കാൻ പാകിസ്ഥാൻ ഒരു മധ്യസ്ഥന്റെ റോൾ വഹിക്കണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം കുറയ്ക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം പാകിസ്ഥാൻ ഒരു വശത്തേക്ക് ചരിയുന്നതിന്റെ സൂചനയാണോ എന്ന സംശയവും പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്ന ഉടൻ തന്നെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി. CBS വാർത്ത സെൻസേഷണലൈസ്ഡ് ആണെന്നാണ് പാകിസ്ഥാന്റെ വാദം. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകളുടെ ഭാഗമായി എത്തിയ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും അവരുടെ സാധന സാമഗ്രികളും എത്തിച്ച വിമാനങ്ങൾ മാത്രമാണിതെന്നും ഇവ സൈനിക ആവശ്യങ്ങൾക്കുള്ളതല്ലെന്നും പാകിസ്ഥാൻ ഔദ്യോഗികമായി അറിയിച്ചു. അമേരിക്കൻ വിമാനങ്ങളും സമാനമായ രീതിയിൽ ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്കായി വരാറുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ തങ്ങൾ നിഷ്പക്ഷത പാലിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. സത്യം എന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഒരു വശത്ത് വ്യക്തമായ തെളിവുകളോടെയുള്ള രാജ്യാന്തര മാധ്യമ റിപ്പോർട്ടുകൾ, മറുവശത്ത് അത് നിഷേധിക്കുന്ന കള്ളങ്ങൾ മാത്രം എപ്പോഴും പറയുന്ന പാകിസ്ഥാൻ. മേഖലയിലെ സമാധാനത്തിന് പാകിസ്ഥാൻ വലിയൊരു പങ്ക് വഹിക്കാനുണ്ടെന്ന് അമേരിക്കയെപ്പോലെയുള്ള രാജ്യങ്ങൾ വിശ്വസിക്കുമ്പോഴും ഇത്തരം സൈനിക സഹകരണ വാർത്തകൾ നയതന്ത്ര ബന്ധങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്. ഇറാൻ പാകിസ്ഥാൻ ബന്ധം വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്കും ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.